നമ്മുടെ ഇരട്ടിയിൽ മത്സ്യകന്യ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഒരുപാട് പേരുടെ അഭിപ്രായം ചോദിച്ചു. കുറച്ച് പേരൊക്കെ പറഞ്ഞു ഒന്നിനും കൊള്ളത്തില്ല, അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രായമുള്ളവർക്കൊന്നും ഇതൊന്നും വലിയ ദഹിക്കത്തൊന്നും ഇല്ലെങ്കിലും പിള്ളേരെ കൊണ്ട് പോകണം കേട്ടോ. എന്തായാലും നിങ്ങളുടെ മക്കളെ കൊണ്ട് പോകണം, അതുപോലെ വയസ്സായതുകൊണ്ട് പോകണം കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ പോയത് ഫുള്ള് ഫാമിലി ആയിട്ടാണ്. അതായത് അമ്മയായിക്കോട്ടെ പിള്ളേരായിക്കോട്ടെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം എന്താ പറയുക, ഇരിട്ടിയിലാണ് 4-ാം തീയതി വരെയാണ് ഇപ്പം നിലവിലിത് കൊടുത്തേക്കുന്നത്. ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം മാറ്റം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ മമ്മീൻ്റെ അമ്മയാണ് കേട്ടോ. പുള്ളിക്കാരത്തിൻ്റെ ഒരു സന്തോഷം കണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പല സ്ഥലത്തും ബാച്ചിലേഴ്സായിട്ടൊക്കെ ടൂർ പോകുമായിരിക്കും, പക്ഷേ വീട്ടുകാരെ കൊണ്ടൊന്നും എല്ലാവരും പോകാറില്ല. അപ്പോൾ ഈ നമ്മൾ പോവുകയാണെങ്കിൽ എപ്പോഴും അമ്മയും അതുപോലെ ആൻറ്റിമാരും മമ്മിയും പപ്പയൊക്കെ ആയിട്ടാണ് ഈ കുറേ നാളായിട്ട് ട്രിപ്പ് പോകുന്നത് കേട്ടോ. അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ഒരുപാട് ഫിഷസ് ഉണ്ട്, അതുപോലെ ഇവരുണ്ട്, ഒരു പെണ്ണുണ്ട്, 2 മത്സ്യകന്യകന്മാരുണ്ട്. ഈ കന്യക അവിടെ ഉള്ളതുകൊണ്ട് തന്നെ കന്യകന്മാരുടെ അടുത്തേക്കൊന്നും ആരും വരുന്നൊന്നുമില്ല. പക്ഷേ ഇവന്മാരും നല്ല കിടലിനാണ്. ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ സെറ്റാക്കുന്നു, റൗണ്ട് ഉണ്ടാക്കുന്നു, ലവ് ഉണ്ടാക്കുന്നു. അവന്മാരും കിടലിനാണ് കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് അവിടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ വരുള്ളൂ. അങ്ങനെ അതുകൊണ്ട് മാത്രം ഇവന്മാരുടെ അടുത്ത് വലിയ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും പെണ്ണിൻ്റെ അടുത്ത് നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ അവളുടെ ആ ഡ്രസ്സും നല്ല അതിന് ചേരുന്ന ഡ്രസ്സുമാണ്. ഒരുപാട് നേരം എന്തായാലും ഈ വെള്ളച്ചാടി മുങ്ങി കിടന്ന് ഇവർ ചെയ്യുന്ന നല്ല എന്താ പറയുക, കാഴ്ചക്കാരായ പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ. അതായത് പിള്ളേരൊക്കെ ഇങ്ങനെ അവരൊരു അതായത് ആ പിള്ളേരെ അവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് അവരെ നല്ലപോലെ സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പോയി നോക്കുക. ഒരു ടിക്കറ്റിന് 100 രൂപയാണ്. ഇരിട്ടിയിലാണ്. അപ്പോൾ എന്താ പറയുക, കൂടുതൽ ഡീറ്റെയിൽസ് ഞാനൊരു റീൽസും കൂടി ഇടുന്നുണ്ട്. അതിനകത്ത് അവിടുത്തെ ബാക്കിയുള്ള മീനിൻ്റെ ഒക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ഇവിടെ പോകുന്ന പോലെ തന്നെ കൂടുതൽ ആകർഷണം ഇവരുടെ ഈ കളിയാണ്. പിന്നെ എല്ലാ അക്വാറിയത്തിലുള്ള പോലെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മീനുകളൊക്കെ കാണാം. പിന്നെ അപ്പുറത്തെ ഫുഡ് ഫെസ്റ്റിവലുണ്ട്, അവിടെ ഫുഡുണ്ട്. അതുപോലെ തന്നെ ആകാശത്തൊട്ടിൽ അങ്ങനെയുള്ള ഗെയിം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് കയറി കഴിഞ്ഞാൽ പണ്ടത്തെ ഫ്ലവർ ഷോ പോലെയല്ല, അത്യാവശ്യം 100 രൂപയ്ക്കുള്ള മുതലുണ്ട്. അപ്പോൾ എല്ലാവരും മക്കളെയും കൂടി വേഗം വിട്ടു കേട്ടോ.